ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായൊരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കിയാലോ? ഈ സാലഡിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ പച്ചമാങ്ങയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ട സാധനങ്ങൾ: പച്ചമാങ്ങ, സവാള, ക്യാപ്സിക്കം, തക്കാളി, കുക്കുംബർ, ക്യാരറ്റ്, പിന്നെ പുതിനയില ആ ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 2 ലീഫാണ് എടുത്താൽ മതി. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. മല്ലിയിലയും ഓപ്ഷണലാണ്. പിന്നെ ഒരു സ്പൈസിയാണ്. അതിന് വേണ്ടത് 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, പിന്നെ ആവശ്യത്തിന് ഇച്ചിരി എണ്ണ ലാസ്റ്റ് 1 സ്പൂൺ ചേർക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം അരിഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തിയെടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്യാം. അതുപോലെ ഈ മാങ്ങ ഫുള്ള് നമുക്ക് അരിഞ്ഞെടുക്കാം. അരിഞ്ഞ മാങ്ങ നമുക്ക് ഏതെങ്കിലും ഒരു ബൗളിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ടോ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ചേർക്കാം. ക്യാരറ്റ് ഞാൻ 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. 2 ക്യാരറ്റും ഇതേപോലെ അരിഞ്ഞു കൊടുക്കാം നമുക്ക്. സവാള അതുപോലെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞു കൊടുക്കാം. സവാള പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാവേ, പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കുക്കുംബർ അരിഞ്ഞെടുക്കാവേ. അങ്ങനെ നമ്മുടെ കുക്കുംബറും അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞ് ഇനിയുള്ളത് ക്യാപ്സിക്കം. നമുക്ക് ക്യാപ്സിക്കം ഇത് ഞാൻ ഫുൾ എടുക്കുന്നില്ല, 1/4 ഭാഗമേ എടുക്കുന്നുള്ളേ. ക്യാപ്സിക്കത്തിൻ്റെ ഇത്ര ഭാഗമേ എടുക്കുന്നുള്ളൂ. ക്യാപ്സിക്കത്തിൻ്റെ അരിയൊക്കെ അങ്ങ് മാറ്റിയേക്കാം. ഇത് പൊടിയായിട്ട് അരിഞ്ഞു കൊടുക്കണേ. ക്യാപ്സിക്കവും അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളിയുടെ ദാണ്ട ഈ ഭാഗം നല്ലപോലെ ചെത്തിക്കളയണം കേട്ടോ. ഇതിനകത്താണ് കൂടുതലും തക്കാളിയുടെ കീടനാശിനികളൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ഭാഗത്തായിരിക്കും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മൾ മുറിച്ച് മാറ്റണം. അങ്ങനെ നമ്മൾ തക്കാളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് മല്ലിയിലയും നമുക്ക് പൊടിയായി അരിഞ്ഞു കൊടുക്കാം. മല്ലിയില ഓപ്ഷണലാണ്. മല്ലിയില ഉണ്ടെങ്കിൽ അതും പൊടിയായി അരിഞ്ഞു കൊടുക്കുക. മല്ലിയിലയും ഇട്ട് കൊടുക്കാം. പുതിനയിലയുടെ 2 ലീഫേ ഞാൻ ഇടുന്നുള്ളേ, ഓപ്ഷണലാണ്. 2 ലീഫേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ പച്ചക്കറികളെല്ലാം അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടിയേ, പിന്നെ 1 സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ചേർക്കണേ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. അതുപോലെ മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് വീണ്ടും ചേർക്കാം. കണ്ട നമ്മുടെ സാലഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സാലഡാണ്. ഒക്കെ വെറുതെ ഒരു പാത്രത്തിനകത്തിട്ട് 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ അവർ ചുമ്മാ ഇത് കഴിച്ചുകൊണ്ടിരുന്നോളൂ. ഇത് ഇന്നലെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിക്കാമെന്ന് വെച്ചത്. എല്ലാവരും ഇത് ഉണ്ടാക്കണം കേട്ടോ. അടിപൊളി സാലഡാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. നാളെ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.